മാറ്റി നിർത്തേണ്ടതായ ആളുകളെ മാറ്റി നിർത്താതെ ഒക്കെ തിരുത്തിയതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് CPM-ന് പറ്റിയത്. സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വകാര്യവൽക്കരണത്തിലേക്ക് കടക്കുമോ എന്നാണ്. പ്രൈവറ്റ് സെഗ്മെന്റ് അനിവാര്യമാണ്. എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കാൻ പറ്റും. MOU ഓൾറെഡി സൈൻഡ്. എല്ലാവരെയും മറച്ചു വെച്ച് ഗോപ്യമായി രഹസ്യമായി അവർ ആ സൈനിങ് നടത്തി. ആ സൈനിങ് നടത്തി കഴിഞ്ഞാൽ ഇനി എന്ത്? ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീക്ക്നെസ് ഞാൻ പറയാം. മേജർ ഇഷ്യൂ എന്താ? ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കുന്ന വിളകൾ വിപണനം ചെയ്യാനുള്ള സംവിധാനം കൃഷി വകുപ്പിനെ സംബന്ധിച്ചില്ല. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണമൊക്കെ എങ്ങനെയാണ്? ഇലക്ഷന് മുമ്പ് ആകെ നടന്നത് എന്നെ കൂവി എന്നുള്ളതല്ലാതെ അവരുടെ ഉപജീവന മാർഗം പണം കൊടുത്തില്ല. ഒരൊറ്റ കുട്ടിയുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുത്തില്ലായിരുന്നു. അപ്പം നമുക്കൊരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട. ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ കൂടെ ഇത് പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. UDF സർക്കാർ അധികാരത്തിലേറി ഒരു മാസം പിന്നിടുകയാണ്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതീക്ഷ നൽകുന്ന ബജറ്റും ആദ്യ ബജറ്റും സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ഒരു 5 വർഷക്കാലം പ്രതീക്ഷയുടെ ഒരു പുതുയുഗം സൃഷ്ടിക്കാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ സർക്കാർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു കൃഷിമന്ത്രി ശ്രീ T. സിദ്ദിഖ്. സ്വാഗതം. നമസ്കാരം. അങ്ങ് ഒരു മന്ത്രി എന്നതിനപ്പുറത്തേക്ക് T. സിദ്ദിഖ് സംസ്ഥാന കോൺഗ്രസിൻ്റെ ഒരു മുഖവും കൂടിയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് സർക്കാരിന് പ്രതീക്ഷ നൽകുന്നത് എവിടെയാണ്? വെല്ലുവിളി ഉണ്ടാകുന്നത് എവിടെയാണ്? അത് അങ്ങയുടെ വകുപ്പല്ല, പൊതുവെ UDF സർക്കാരിന്. സാമ്പത്തിക സ്ഥിതി വളരെയധികം വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെ കേരളത്തിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യാനുള്ളതായ കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെക്കാനിസവും ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ബിൽഡിങ്ങും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി കൃത്യതയോടുകൂടി ഒരു നയവും വീക്ഷണവും സമീപനവും ഉണ്ടാവണം. ആ അർത്ഥത്തിൽ UDF ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ്, ഇപ്പം മിഷൻ സമുദ്ര, ഇപ്പോൾ രണ്ടാം ഭൂപരിഷ്കരണം വേണം എന്നുള്ളതായിരിക്കുന്ന പുതിയ നയപ്രഖ്യാപനം തുടങ്ങി വിവിധ സെഗ്മെൻറ്റുകൾ നിങ്ങളെടുത്താൽ, ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി കാര്യങ്ങൾ അതുമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ബ്രോഡർ ആസ്പെക്റ്റിലും കേരളം നേരിടുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ടതായ വെല്ലുവിളികളെ അഡ്രസ്സ് ചെയ്ത് കേരളത്തെ മുന്നോട്ട് നയിക്കാനും ചലിപ്പിക്കാനും പറ്റുന്നതായിരിക്കുന്ന ഒരു ദിശ പാകുന്ന ബഡ്ജറ്റാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ HR കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ആ HR കമ്മ്യൂണിറ്റി ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യുകയാണ്. ആ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ബർത്ത് റേറ്റ് കുറവ്, നമ്മുടെ ഡെത്ത് റേറ്റ് കുറവ്, നമ്മുടെ ആയുർദൈർഘ്യം കൂടുതൽ, ഹൈ ഡെൻസിറ്റി മൈഗ്രേഷൻ, ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ ഈ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുന്നത് വെസ്റ്റേൺ കൺട്രീസിനെ പോലെയുള്ള ഒരു ഭയാനകമായ സിറ്റുവേഷനാണ് കേരളത്തെ സംബന്ധിച്ച്. അപ്പോൾ ഈ കുട്ടികൾ ഇനിയും ഈ പോക്ക് തുടർന്നാൽ, അപ്പോൾ അതാണ് സിൽവർ എക്കോണമിയെക്കുറിച്ച് ഇന്ന് ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു ഏജ്ഡ് പോപ്പുലേഷൻ ഗ്രോത്ത് കേരളത്തിൽ വലിയ രീതിയിൽ കടന്നു വരികയാണ്. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരായ ആളുകളെ കേരളത്തിൽ നിലനിർത്താനുള്ളതായ നടപടികളും സമീപനങ്ങളും ജോലിയും ഹാപ്പിനെസ് ഇൻഡെക്സോടുകൂടി, നല്ല ഇൻഡെക്സോടുകൂടി അവർക്ക് പ്രവർത്തിക്കാനുള്ളതായ സ്പേസും ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യാൻ കരിക്കുലത്തിൽ വേണ്ട മാറ്റങ്ങൾ, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിനുള്ള പോളിസീസ്, അതിനുള്ള ബാക്കപ്പ്, ഇൻക്യുബേഷൻ, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരിക്കുന്ന ബഡ്ജറ്റാണ് ഇന്നത്തെ ബഡ്ജറ്റ് എന്നുള്ളത്. നമ്മൾ നേരിടുന്ന പ്രശ്നം ചെറിയ പ്രശ്നങ്ങളല്ല, പക്ഷെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കൃത്യതയോടുകൂടി സാധിക്കണം. അത് സാധിക്കുന്ന തലത്തിലുള്ള ഒരു പാത്വേ വഴി ഇന്ന് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ക്രമീകരണമാണ്. അപ്പം നമ്മുടെ അനുഗ്രഹീതമായിട്ടുള്ള സമ്പത്തും ശേഷിയുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മുടെ സമുദ്രം, നമ്മുടെ കായലുകൾ, നമ്മുടെ 44 നദികൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മേജർ പോർട്ട്, മൈനർ പോർട്ട്, അതുപോലെ മീഡിയം റിവേഴ്സ് നമുക്ക് 4 ബാക്കിയുള്ളത് മുഴുവൻ സ്മോൾ റിവേഴ്സാണ്. നമുക്ക് മഹാനദികളില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ രൂപപ്പെടുത്തിയെടുത്ത് നമുക്കൊരു മിഷൻ സമുദ്ര പ്രോജക്റ്റ് കേരളത്തെ ഇൻ ടോട്ടൽ എടുത്ത് അതിൻ്റെ കൂടെ തന്നെ മാരിടൈം മേഖല ഡെവലപ്പ് ചെയ്യും, കണ്ടെയ്നർ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന മേഖല ഡെവലപ്പ് ചെയ്യും, അതിനോടനുബന്ധിച്ച്
പിന്നെ ഒരു വലിയ ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അതിനാവശ്യമുള്ള എന്തെല്ലാം സാധ്യതകളെ അതുമായി കണക്ട് ചെയ്യാമോ അത് കണക്ട് ചെയ്ത് ബ്രിഡ്ജ് ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റിനെ ഇന്ന് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ഇന്ന് കേരളത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്നുള്ളത്. പൂർണ്ണമായും കടത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു ബജറ്റ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സർക്കാർ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണത്തിലേക്ക് കടക്കുമോ എന്നാണ്. ഇത് രണ്ടാണ്. സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും? പ്രൈവറ്റ് സെഗ്മെൻറ്റ് അനിവാര്യമാണ്. ഇന്ന് എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും സർക്കാർ ശമ്പളം കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. സർക്കാർ എന്ത് ചെയ്യണം? സർക്കാർ എപ്പോഴും പോളിസി ഫ്രെയിം വർക്ക് പ്ലസ് പരമാവധി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളതായ സംവിധാനം ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഒരാൾ വരുമ്പോൾ അവർക്ക് സ്വീകരിച്ച് അവർക്ക് ഇരുന്ന് അവർക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് സ്പേസിനാവശ്യമായിട്ടുള്ള എല്ലാ പോളിസീസും ഫ്രെയിം വർക്കും നടത്തി ഒരു അംബ്രല്ലയായി അവരുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. സർക്കാർ എപ്പോഴും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതാണ്. ഇന്ത്യ രാജ്യത്ത് എത്ര സ്വകാര്യ സംരംഭകരുണ്ട്, പക്ഷെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്തും തരിപ്പണമാക്കിയും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള നടപടിയല്ല ഞാൻ പറയുന്നത്. സർക്കാർ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് പരമാവധി പ്രൈവറ്റ് മേഖലയെ കൊണ്ടുവരാൻ ഏതൊക്കെ തലത്തിൽ പറ്റുമോ അത് ആകർഷിച്ച് കൊണ്ടുവരണം. അതിനാവശ്യമായ നടപടികളെടുക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധി, ഇപ്പോൾ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞതായിരിക്കുന്ന മക്കൾ, എല്ലാ മക്കൾക്കും നമുക്ക് സർക്കാർ ജോലി കൊടുക്കാൻ പറ്റില്ല. അവിടെ എൻജിനീയറിംഗ് പാസ്സായ കുട്ടികൾ, അവിടെ മാനേജ്മെൻറ്റ് കോഴ്സ് പാസ്സായ കുട്ടികൾ, അവിടെ പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സായ കുട്ടികൾ, ഇങ്ങനെ തുടങ്ങി വിവിധ മേഖലയിൽ പാസ്സായ കുട്ടികളെ അതിനനുസരിച്ചതായിരിക്കുന്ന സ്ട്രീമിംഗ് നടത്തി ഓരോ മേഖലയിലേക്ക് കണക്ട് ചെയ്ത് വിടണം. ആ കണക്ട് ചെയ്ത് വരണമെങ്കിൽ അതിന് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടാവും. അല്ല, ഈ കേന്ദ്ര സർക്കാർ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കുത്തകൾക്ക് വിറ്റഴിക്കുന്നു എന്ന് അതിനെതിരെ പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ്. ആ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തുക, കേരളത്തിൽ അതേ നയത്തിലേക്ക് അതേ പാതയിലേക്കാണ് പോകുന്നു എന്നൊരു ആരോപണം ഉയരുമ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് നേരിടാൻ കഴിയും? അല്ല, അത് രണ്ടാണ്. ഒന്ന്, അരുൺ ഷൂറിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്ട്രി ഉണ്ടായിരുന്നു നേരത്തെ. ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്ട്രി ഇന്ത്യ രാജ്യത്തെ തന്ത്രപ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുതൽ നവരത്ന കമ്പനികൾ മുതൽ ഈ രാജ്യത്തുള്ള നിരവധിയായ സ്ഥാപനങ്ങളുടെ മേലെ കൈവച്ച് വിമാനത്താവളം, എയർപോർട്ട്, സീപോർട്ട് അങ്ങനെ തുടങ്ങി എയർ ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ രാജ്യത്ത് BJPയുടെ ഗവൺമെൻറ് ചെയ്ത് കഴിഞ്ഞു. അത് മുന്നോട്ട് പോകണം. അവർ ആ പ്രവർത്തനത്തിൽ നിന്ന് അവർ ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. അവർ ഈ പ്രവർത്തനം ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അതല്ല. ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും സ്ഥാപനം ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത് അത് സ്വകാര്യവൽക്കരിക്കും എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പറഞ്ഞത് കേരളത്തിലെ ഒരു എൻവയർമെൻറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വരാൻ പറ്റും, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റും, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റും, അതിൻ്റെ കൾച്ചറും അതിൻ്റെ എൻവയർമെൻറ്റും ആണ് കേരളത്തിൽ എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സമീപനം സ്വീകരിക്കുകയാണ്. അപ്പോൾ സ്ഥാപനങ്ങൾ വരും. ഇപ്പോൾ ദുബായ് സ്മാർട്ട് സിറ്റി വന്നിരുന്നു, US ടെക്നോളജീസ് വന്നു, മൈക്രോസോഫ്റ്റ് വന്നു, എത്ര കമ്പനികൾ വിവിധ ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സമയത്ത് വന്നു. ഇപ്പം നമ്മുടെ ടെക്നോ പാർക്ക്, നമ്മുടെ ഇൻഫോ പാർക്ക്, നമ്മുടെ സ്മാർട്ട് സിറ്റി, കോഴിക്കോട് സൈബർ പാർക്ക്, ഇവിടെ എത്ര കമ്പനികൾ സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നു. ആയിരക്കണക്കിന് തൊഴിലാളികൾ അവിടെ, കുട്ടികൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എൻവയർമെൻറ്റിനെ കൂടുതൽ ട്രിഗർ ചെയ്ത് ഉത്തേജിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള വർക്കിംഗ് എൻവയർമെൻറ്റ് ഉണ്ടാക്കുക എന്നതാണ് സർക്കാരിൻ്റെ സമീപനം. ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്നു. അതിനുശേഷം ആ പ്രതിപക്ഷത്തിരിക്കുന്ന വേളയിലൊക്കെ തന്നെയും ഇടത് സർക്കാരിനെതിരെ പല വിഷയങ്ങളിൽ കടുത്ത പ്രതിഷേധവും ആരോപണവും ഒക്കെ ഉയർത്തി വിമർശിച്ച UDF വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചില നയങ്ങളിലെങ്കിലുമൊക്കെ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ ആ മാറ്റങ്ങളിലേക്ക് വരാൻ ഫോഴ്സ്ഡായി, നിർബന്ധിതരായി എന്ന് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ തോന്നുന്നുണ്ട്? ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാഫിനെ നിയമിച്ചപ്പോൾ ബന്ധു നിയമനത്തിലൊക്കെ പലതുമൊക്കെ സർക്കാർ തിരുത്തി. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്, തെറ്റുപറ്റും, അത് തിരുത്താനുള്ള ആർജവം സർക്കാർ കാട്ടി എന്ന് പറയുന്നു.
അതോടൊപ്പം PMCയിൽ പോലും എവിടെയൊക്കെ ആ നയങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ PMC നടപ്പാക്കാൻ ഫോഴ്സ്ഡാകുന്നു. MOU ചാരി നിന്നുകൊണ്ടെങ്കിൽ പോലും നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ അതിലേക്ക് തന്നെ പോകാനൊക്കെ ഫോഴ്സ്ഡാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണോ ഉള്ളത്? ഉമ്മൻചാണ്ടി സാർ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 1000 ആളുകളുടെ ഫയലുകൾ തീർപ്പ് കൽപ്പിക്കുമ്പോൾ 1-2 അതിൽ ചിലപ്പോൾ തെറ്റോ മിസ്സിങ്ങോ ഉണ്ടാവാം. ആ 1-2 മിസ്സിങ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും നീതി ലഭ്യമാക്കുന്നതിന് തടസ്സം നിൽക്കാൻ പാടില്ല. ഒരു സമീപനമാണ്. ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ തിരുത്തും, തുറന്നു പറയും. തെറ്റ് പറ്റാം, മനുഷ്യ സഹജമാണ്, പറ്റാം. ആ പറ്റിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയലും അത് തിരുത്തലുമാണ് ആവശ്യം. എന്നാൽ ഭരണം പോകുന്നത് വരെ CPMൻ്റെ മുൻ MLA ആയിട്ടുള്ള അയ്യൻ്റെ സ്വർണം കട്ട പ്രതിയെ കൂടെ നിർത്താനും പുറത്താക്കാതിരിക്കാനും നേതൃത്വം കൊടുത്ത് ഭരണം പോയപ്പോൾ തലോടി പുറത്താക്കുന്ന നടപടിയല്ല. തെറ്റ് പറ്റിയാൽ തുറന്നു പറയണം. തെറ്റ് പറ്റി, പത്മകുമാറിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ മാറ്റി നിർത്താൻ തീരുമാനിച്ചു, അതാകണം പോളിസി. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അഡ്വക്കേറ്റ്സിനെ നിയമിച്ചു, GPമാരെ നിയമിച്ച സമയത്ത് ഞങ്ങൾക്ക് ചില പാളിച്ച വന്നത് തുറന്നു പറഞ്ഞു. ഞങ്ങൾ മാറ്റി നിർത്തി. അതാണ് ഭരണകൂടം, ഒരു സംശയം വേണ്ട. അങ്ങനെ മാറ്റി നിർത്തേണ്ടതായ ആളുകളെ മാറ്റി നിർത്താതെ ഒക്കെ തിരുത്തിയതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് CPMന് പറ്റിയത്. രാഷ്ട്രീയമായി PMCക്കെതിരെ പോരാടുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് UDF. അധികാരത്തിലെത്തി ഉടൻ തന്നെ ആ PMCയുമായി മുന്നോട്ട് പോകേണ്ടി വന്നു. PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചില്ലല്ലോ. കോൺഗ്രസ് എന്താ തീരുമാനിച്ചത്? നിലവിൽ അതിൻ്റെ MOU സൈൻ ചെയ്തു. MOU എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഇതാ തീരുമാനിച്ചിരിക്കുന്നു, അതാണ് MOU. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും 2 പാർട്ടികളല്ല, ഒന്ന് നാഷണൽ ഗവൺമെൻറ്റും ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു ധാരണാപത്രത്തിൽ ധാരണയിലെത്തിയിരിക്കുന്നു. PM-ശ്രീ പദ്ധതിയിൽ നമ്മൾ ഒന്നിച്ചു പോകും, ഞങ്ങൾ അത് നടപ്പിലാക്കും, അതിൻ്റെ സ്കൂളിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ തരും, തടഞ്ഞു വെച്ച ഫണ്ട് ഞങ്ങൾക്ക് തരണം, ഞങ്ങളതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. അതാണ് മെസ്സേജ്. അതിൻ്റെ ഭാഗമായി SSK ഫണ്ട് തടഞ്ഞു വെച്ചത് കിട്ടി, ബാക്കിയുള്ള ഫണ്ടുകൾ കിട്ടാനുള്ള നടപടിയായി. അതിനിടയ്ക്ക് ഇവരൊരു കത്ത് കൊടുത്തു, ഇങ്ങനെ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു കത്ത് കൊടുത്തു. പക്ഷേ കത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇവർ MOU സൈൻ ചെയ്ത് ഇതിൻ്റെ PM-ശ്രീൻ്റെ നാഷണൽ ഫ്രെയിംവർക്കിലേക്ക് കേരളത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഇതിങ്ങനെ പോവുകയാണെങ്കിൽ വലിയ അപകടം പറ്റും. അപ്പോൾ ഞങ്ങൾ ഒരു സബ് കമ്മിറ്റി വെച്ചു. ആ സബ് കമ്മിറ്റിയോട് ആലോചിക്കാൻ പറഞ്ഞത്, ഒന്ന് കരിക്കുലം ഫ്രീഡം, പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂടിൻ്റെ നിർമ്മിതി സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടാൻ പറ്റില്ല. സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കപ്പാസിറ്റി അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അങ്ങനെ തുടങ്ങി സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ കയറി കളിക്കാതെ ഈ പദ്ധതി PM-ശ്രീ പദ്ധതിയുടെ അപകടകരമായിട്ടുള്ള മേഖലകളിലൂടെ പ്രയാണം ചെയ്യാതെ കരിക്കുലം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ ഫുൾ ഫ്രീഡം ഉപയോഗിച്ച് എങ്ങനെ പോകാൻ പറ്റും, അതാലോചിക്കാനാ കമ്മിറ്റി. കഴിഞ്ഞ സർക്കാർ ചെയ്തത് MOU ഒപ്പിട്ട്, പക്ഷേ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിക്രമങ്ങളിലേക്ക് കടന്നില്ല. അതുകൊണ്ട് തന്നെ MOU അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ട് UDF സർക്കാർ അതേ പാത സ്വീകരിച്ചില്ല? ഇപ്പോൾ അവർ അത് പൊടിതട്ടി എടുക്കുന്ന രീതിയിൽ അത് ക്യാബിനറ്റിൽ കൊണ്ടുവന്നു എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, നിങ്ങൾ ഈ ഭരണത്തിലേറിക്കഴിഞ്ഞാൽ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവരാണ് UDF അംഗങ്ങളൊക്കെ തന്നെ, അവരൊക്കെ തന്നെ മന്ത്രിസഭയിലുമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷത്തിന് ആ രീതിയിൽ ഘോരമായി പറഞ്ഞതിന് ശേഷം അധികാരത്തിൽ വന്നപ്പോൾ PMCയെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. ഞാനതിൽ കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തരാം. ഒന്ന്, ഒരു ഗവൺമെൻറ്റും ഒരു ഭരണകൂടവും ഒരു മുഖ്യമന്ത്രിയും ഏത് നിലപാടും സമീപനം എടുക്കുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. ഹിഡൻ അജണ്ട പറ്റില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രി ഡൽഹിയിൽ വിസിറ്റ് ചെയ്യുന്നു, ആ മുഖ്യമന്ത്രി ഡൽഹി വിസിറ്റ് കഴിഞ്ഞ ഉടനെ കൺസേൺഡ് ഉദ്യോഗസ്ഥനോട് പോയിട്ട് ഇത് സൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നു, അദ്ദേഹം സൈൻ ചെയ്ത് വരുന്നു. അത് കഴിഞ്ഞ് ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ ക്യാബിനറ്റ് യോഗത്തിൽ CPIയുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി ചോദിക്കുകയാണ്, PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ടോ? അവിടെ ചർച്ചയില്ല, മറുപടിയില്ല, ഒന്നുമില്ല. സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അറിയില്ല, സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അറിയില്ല, ക്യാബിനറ്റിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അറിയില്ല.
ഇങ്ങനെ ആരും അറിയാതെ എന്ത് പർപ്പസിനാണ് ഇത് ഒപ്പിട്ടത്? ആരത് ഒപ്പിട്ടെ? ഇപ്പം പറയുന്നത് കേട്ടാൽ വിചാരിക്കും UDF എങ്ങാനും പോയി ഒപ്പിട്ടതാണ്. അല്ലല്ലോ, ഇടതുപക്ഷം ഒപ്പിട്ടത്. കോൺഗ്രസിൻ്റെ നയവീക്ഷണമുണ്ട് അക്കാഡമിക് കാര്യത്തെ സംബന്ധിച്ച്, അക്കാഡമിക് കാര്യത്തിൽ കരിക്കുലത്തെ സംബന്ധിച്ച്, അതിൻ്റെ സെക്യുലറിസത്തെ സംബന്ധിച്ച്, അതിലൊരു കാരണവശാലും എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ ഇൻഫിൽട്രേഷൻ ഉണ്ടാവരുത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ട്, സമീപനമുണ്ട്. ആ സമീപനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റിയെ വെച്ചിട്ടുള്ളത്. തർക്കമില്ല, ഞങ്ങൾക്കിതിൽ ഒളിച്ചുകളിയില്ല. ഈ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ BC-മാർ RSSൻ്റെ പിന്നെ പരിപാടികളിൽ പോയി. അന്ന് മുഖ്യമന്ത്രി വിമർശിച്ചില്ല, അന്ന് വിദ്യാഭ്യാസ മന്ത്രി അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു. ഇന്നവർ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ കാര്യത്തിൽ സ്റ്റാൻഡ് എടുത്ത് ഓപ്പണായി സംസാരിച്ചു. അന്ന് ഇതുപോലെ ഓപ്പൺ സ്റ്റാൻഡ് എടുത്ത് സംസാരിക്കാൻ ഭരണകൂടത്തിൻ്റെ നാഥന്മാരില്ലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അന്നത്തെ സമീപനം ഇന്നത്തെ സമീപനം വ്യത്യാസമുള്ളത് അവർക്കാണ്, ഞങ്ങൾക്കല്ല. അല്ല, അങ്ങ് പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. ഈ PMC വിഷയത്തിൽ കേരളത്തിൻ്റെ നിലപാട് അത് ആർക്കു മുന്നിലും അടിയറവ് വെക്കില്ല. അങ്ങനെ അല്ല നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞത്. UDF അധികാരത്തിൽ വന്നാൽ PMC പൂർണ്ണമായി എടുത്ത് അറബിക്കടലിൽ എറിയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ പ്രതിപക്ഷം ഇപ്പോൾ അധികാരത്തിലെത്തി PMC-യുമായി മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകില്ല എന്നാണ്. MOU ഓൾറെഡി സൈൻ ചെയ്യപ്പെട്ടു. സൈൻ ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഒപ്പ് ചുരണ്ടി കളയാൻ പറ്റില്ലല്ലോ. ഒപ്പ് ചുരണ്ടി കളയാൻ പറ്റില്ല. അന്നത്തെ ഉദ്യോഗസ്ഥൻ പോയി ഒപ്പിട്ടത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒപ്പ് ചുരണ്ടി കളയാൻ പറ്റില്ല. സൈൻ ഈസ് സൈൻ. അത് അവർ ചെയ്തു. എല്ലാവരെയും മറച്ചു വെച്ച് ഗോപ്യമായി രഹസ്യമായി അവർ ആ സൈനിങ് നടത്തി. ആ സൈനിങ് നടത്തി കഴിഞ്ഞാൽ ഇനി എന്ത്? അവിടെയാണ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ നയമുണ്ട്, UDFിൻ്റെ നയമുണ്ട്. PM ശ്രീ പദ്ധതിയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നതായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നതായ എല്ലാ വിപരീത അജണ്ടകളെയും പ്രതിരോധിക്കും. ആ പ്രതിരോധിക്കാനുള്ള മേഖലകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിന്യാസമാണ് ഈ കമ്മിറ്റി. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കാൻ ഗവർണർ മൂവ് ചെയ്തു. അവിടെ ചീഫ് സെക്രട്ടറി ഇടപെട്ട് സംസാരിച്ചു, കത്ത് കൊടുത്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് അണുകിട വ്യതിചലിച്ച് ഞങ്ങൾ പോവില്ല, തർക്കമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് കൃഷി വകുപ്പ്. കാരണം നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. കൃഷി മന്ത്രി എന്ന നിലയിൽ ആ വകുപ്പിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടത്താൻ സാധ്യതകളുള്ള ഒരു പ്രധാന വകുപ്പാണ്. പക്ഷെ നിലവിൽ നമ്മുടെ ഈ പ്രതികൂലമായ കാലാവസ്ഥയും സാമൂഹ്യ അന്തരീക്ഷവും ഒക്കെ തന്നെയും നിലവിലെ ഈ ഒരു കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കാനായി അവിടെ ഒരിക്കലും ഈ സ്വകാര്യ നിക്ഷേപങ്ങളൊന്നും കൊണ്ടുവരാൻ നമുക്ക് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ ഒരു മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല അങ്ങ് ആദ്യമായി ആ വകുപ്പിൽ കൈകാര്യം ചെയ്യുക കൂടി ചെയ്യുകയാണ്. ഒരു പുതിയൊരു പരിഷ്കാരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഷ്കരണ പരിപാടികളോ പദ്ധതികളോ എന്തെങ്കിലും അങ്ങ് ആവിഷ്കരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? കൃഷിമന്ത്രി എന്ന നിലയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ നയപ്രഖ്യാപനത്തിൽ 2-3 കാര്യങ്ങൾ പ്രധാനമായി വന്നു. കേരളത്തിൽ ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരു മേഖലയായി കേരളത്തിൻ്റെ കാർഷിക മേഖലയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള പുതിയൊരു മിഷനിലാണ് മന്ത്രി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത്. നമുക്കൊരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട. ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ കൂടെ ഇത് പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറിയും ഭക്ഷ്യവസ്തുക്കളുമാണ്, സാധന സാമഗ്രികളാണ്. അപ്പോൾ ഇത് മുഴുവൻ വിഷാംശമാണ്. നമ്മളൊരു പച്ചക്കറി കടയിൽ പോയി 1 കിലോ പച്ചക്കറി നമ്മൾ വിവിധ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത്രയും വിഷം വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു നിര ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പം ദുർബലമാണ്. യൂത്ത് കണക്ടിവിറ്റി, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂത്തിൻ്റെ ബ്രിഡ്ജിങ് വളരെ വീക്കാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഞാനൊരു കൺസെപ്റ്റ് നോട്ടുണ്ടാക്കി വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ മിനിസ്റ്റർ അത് വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്ത് അതിന് പച്ചക്കൊടി കാണിച്ചു. ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കുക. ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു. അതിന് ഫീഡിങ് മണി, അവിടെ ഒരു ബാക്കപ്പ് കമ്മിറ്റി, ഒരു നോഡൽ ടീച്ചർ, അവർക്ക് വെയിറ്റേജ് മാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക്
ഒന്നുകിൽ സ്കൂൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ബാരൻ ഒഴിഞ്ഞതായിരിക്കുന്ന സ്ഥലം അത് കണ്ടെത്തി കമ്മിറ്റി കൊടുക്കും. ഈ കുട്ടികൾക്കുള്ള വിത്ത്, വളം, അവർക്കുള്ള ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. അതിന് കതിർ എന്നൊരു പദ്ധതി രൂപപ്പെടുത്തി ആ കതിർ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ജൂൺ 5-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇനി അത് കുടുംബശ്രീയിലേക്ക് കടക്കുക, അത് വ്യാപാരികളിലേക്ക് കടക്കുക, അത് റെസിഡൻസുകളിലേക്ക് കടക്കുക. അപ്പോൾ 2-3 കൊല്ലമാകുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണത വരും. അപ്പം പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഒരു പരമാവധി വേഗത കണ്ടെത്താനുള്ള സത്യസന്ധമായിട്ടുള്ളൊരു അപ്രോച്ചിലേക്ക് ഞങ്ങൾ ഓൾറെഡി കടന്നു. കേരളത്തിലെ ബാരൻ ലാൻഡ്, തരിശു ഭൂമികൾ മുഴുവൻ മാപ്പ് ചെയ്യാനുള്ള നടപടികൾ മെനിഞ്ഞാന്നത്തെ മീറ്റിങ്ങിലാണ് നമ്മൾ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് മാപ്പ് ചെയ്യാനുള്ള നടപടികൾ എടുത്തിരിക്കുകയാണ്. കാർഷിക മേഖലയിലേക്ക് വരുന്നതായിരിക്കുന്ന കനാലുകൾ അടഞ്ഞു കിടക്കുന്നത് മുഴുവൻ പൂർണ്ണതോതിൽ തുറക്കാനും പുതിയതായ കനാലുകൾ സ്ട്രീം ചെയ്യാനുമുള്ളതായ നടപടികൾ ആരംഭിച്ചു. 2026 വനിതാ കർഷക വർഷമാണ്. ആ വനിതാ കർഷക വർഷത്തിൽ ഇതുവരെ കേരളത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചില്ല, ഇന്ത്യ രാജ്യത്തും പ്രഖ്യാപിച്ചില്ല. കേരളത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചു ഹരിത സഖി എന്ന ഒരു പദ്ധതി. 5 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. വനിതാ കർഷകരുടെ ഒരു നീണ്ട നിര കേരളത്തിൽ വാർത്തെടുക്കാൻ പോവുക. വനിതാ കൺസോർഷ്യം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ കുറേ പദ്ധതികൾ നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം പരിഷ്കരണം പ്രഖ്യാപിച്ചു. വ്യാവസായികവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാവസായികവൽക്കരണമല്ല, വലിയതായിരിക്കുന്ന പിന്നെ നമ്മുടെ പാരിസ്ഥിതിയെ ബുദ്ധിമുട്ടാക്കുന്നതായിട്ടുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയല്ല. അവിടെ ടൂറിസം, അവിടെ ഇടവിളകൾ ഇതൊക്കെ നടത്തി ഇപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻസിൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് കൾട്ടിവേഷൻ, ഇപ്പോൾ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന പുതിയതായിരിക്കുന്ന വിളകൾ നന്നായി ഉണ്ടാവുകയാണ്. അപ്പോൾ ആ വിളകളൊക്കെ ആ മേഖലയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ഏകവിളത്തോട്ടമല്ല ബഹുവിളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ടും പുതിയ തീരുമാനവും ഈ ബഡ്ജറ്റിൽ വന്നു. അപ്പോൾ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ. ഇപ്പോൾ മണ്ണൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ഫ്ലഡ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡ്രൗട്ട് വരൾച്ചയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മണ്ണിൻ്റെ ഘടന മാറും, ഭൗമഘടന മാറും. അപ്പോൾ അവിടെ മണ്ണിൻ്റെ ടോട്ടൽ പരിശോധന നടത്താൻ നമ്മൾ തീരുമാനിച്ചു. ഡിജിറ്റൽ സോയിൽ ടെസ്റ്റിംഗ് രജിസ്റ്റർ കീപ്പ് ചെയ്ത് ആ മണ്ണിന് നഷ്ടപ്പെട്ടതായിരിക്കുന്ന മൂലകങ്ങളെ മുഴുവൻ തിരിച്ചു പിടിക്കാൻ പര്യാപ്തമാക്കുകയാണ് കർഷകനെ. അപ്പോൾ ആ മണ്ണിൽ കർഷകൻ കനകം വിളയിക്കാനുള്ള നടപടിയെടുക്കും, അതിനെ ബാക്ക് ചെയ്യും. നമ്മുടെ കർഷകനെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കണക്ട് ചെയ്യണം. മേജർ ഇഷ്യൂ എന്താ? ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കുന്ന വിളകൾ വിപണനം ചെയ്യാനുള്ള സംവിധാനം കൃഷി വകുപ്പിനെ സംബന്ധിച്ചില്ല. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീക്ക്നെസ് ഞാൻ പറയാം. നിലവിൽ ബിസിനസ് മാർക്കറ്റിംഗ് ഡിവിഷൻ ഇതിലില്ല. നിലവിൽ അഗ്രിടെക് സ്റ്റാർട്ടപ്പ് ഡിവിഷൻ ഇതിലില്ല. 64 ഫാംസ് ഉണ്ട്. ഈ ഫാംസ് ടൂറിസവുമായിട്ട് കണക്റ്റഡ് അല്ല, ഫാം ടൂറിസം ഇല്ല. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റീസ്ട്രക്ചറിങ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ്. പക്ഷേ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളൊക്കെ പദ്ധതികളൊക്കെ നമ്മൾ എല്ലാ സർക്കാരുകളുടെ കാലത്തും കണ്ടതാണ്. അതൊക്കെ എത്രത്തോളം അവസാനം വരെ സക്സസ് ആകുന്നൊരു ചോദ്യമുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏകോപനം നടക്കുന്ന പദ്ധതികളും സ്വന്തം പദ്ധതികളും എല്ലാം ഉണ്ടാവും. അതിൽ ഏകോപനം നടക്കും. ഇപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർമാരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ 4 ദിവസം മുമ്പേ തിരുവനന്തപുരത്ത് വെച്ച് വേണം. അപ്പോൾ ആ മീറ്റിങ്ങിൽ കർഷകൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സജീവമായിട്ട് ചർച്ച ചെയ്തു. സ്വാഭാവികമായിട്ടും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വന്നു. എനിക്ക് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതിൽ വിയോജിപ്പുണ്ട്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘടനയല്ല, ഇപ്പം നടക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള മൃഗങ്ങളുടെ സംഘടന നടക്കണം. കൃഷിത്തോട്ടങ്ങളിൽ വന്ന് വ്യാപകമായിട്ടുള്ള കൃഷിനാശം, മനുഷ്യ സമ്പത്ത് നശിക്കുന്നു, മനുഷ്യന് പരിക്കേൽക്കുന്നു, കാടുകളിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയാണ്. ഗുരുതരമായിട്ടുള്ള സ്റ്റേജാണ്. സാധാരണഗതിയിൽ കുറേ ഫെൻസിങ് നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ടെങ്കിലും എന്തുകൊണ്ട് ഫലപ്രദമാകുന്നില്ല? കൃഷി വകുപ്പ് തീരുമാനിച്ചു ഞങ്ങളൊരു കോൺക്ലേവിലേക്ക് പോവുകയാണ്. ആ കോൺക്ലേവ് സാമ്പത്തികമായി അമിതമായി ഉപയോഗിക്കാനുള്ള കോൺക്ലേവ് അങ്ങനെയല്ല. അതിൽ നിലവിൽ കാട്ടുപന്നികളെ എങ്ങനെ നേരിടാം, മലയണ്ണാൻ എങ്ങനെ നേരിടാം, കുരങ്ങിനെ എങ്ങനെ നേരിടാം, ആനയെ എങ്ങനെ നേരിടാം, അങ്ങനെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്ത് നിലവിലുള്ള ആ മോഡൽ അവിടെ വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുകയാണ്. എന്നിട്ടത് കർഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു പുതിയ ലൈൻ, ആ എത്താൻ വേണ്ടിയുള്ള നടപടികൾ അത് ഞങ്ങൾ തുടങ്ങി. ഞാൻ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നു. നിലവിൽ കൃഷി വകുപ്പിലെ ജീവനക്കാരുടെ 70% വരുന്ന അവരുടെ സമയം ചെലവഴിക്കുന്നത്
ക്ലറിക്കൽ വർക്കിനും ഫീൽഡ് പിന്നെ അനുബന്ധ കാര്യങ്ങൾക്കുമാണ്. അവർ കർഷകൻ്റെ കൂടെയും കർഷകൻ്റെ മണ്ണിൻ്റെ കൂടെയും കാർഷിക വൃത്തിൻ്റെയും കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ മുൻകാലങ്ങളിൽ നിന്നിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് യു ടേൺ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ കുറ്റമല്ല. ഇപ്പം നെൽവയൽ തണ്ണീർത്തട നിയമവും ഡാറ്റാ ബാങ്ക് പരിശോധന അഗ്രികൾച്ചറൽ ഓഫീസർ വന്ന് പരിശോധിക്കണം, വേറെ മാർഗമില്ല. അതേ സമയത്ത് ഇത് ഗൂഗിൾ മാപ്പിലൂടെ ഇന്ന സ്ഥലം പരിശോധിക്കണം എന്ന് തീരുമാനിച്ചാൽ അവിടെ വെച്ച് പരിശോധിക്കുക ഇപ്പം എന്താ സ്ഥിതി എന്ന്. അപ്പോൾ കതിർ ആപ്പിലേക്ക് ഗൂഗിളിനെ കണക്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഓരോന്ന് ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കപ്പാസിറ്റി ബിൽഡിംഗ് 1, 2 ഡിപ്പാർട്ട്മെൻറ്റിൽ ജീവനക്കാരുടെ കപ്പാസിറ്റി ബിൽഡിംഗ്, കർഷകരെ ഈ കപ്പാസിറ്റി ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിവിധങ്ങളായ സ്റ്റെപ്സ് ചെറിയ സമയത്തിനകം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതൊരു വലിയ നല്ല റിസൾട്ടിലേക്ക് ഞങ്ങൾ പോകും. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണമൊക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയായി തന്നെ UDF സർക്കാർ കൊണ്ടുപോകുമോ അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തുമോ? കഴിഞ്ഞ സർക്കാർ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഭവന നിർമ്മാണം. എന്നിട്ട് ഭവന നിർമ്മാണത്തിൽ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റിയത് 177 വീടുകളാണ് ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷന് മുമ്പേ അതും പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. ഇലക്ഷന് മുമ്പ് ആകെ നടന്നത് എന്നെ കൂവി എന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള വീടിൻ്റെ കാര്യത്തിലുള്ള റിസൾട്ടൊന്നും അവിടെ ആക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ഇലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. അതിന് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഏതൊരു സർക്കാരും പ്രവർത്തിക്കുമ്പോൾ ആ സർക്കാർ അതിൽ പൊളിറ്റിക്കൽ ആംഗിൾ എടുക്കുന്നതിനൊന്നും കുഴപ്പം പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് എന്താണ്, കുറേ കാര്യങ്ങൾ ഞങ്ങളവിടെ പറഞ്ഞു. 1, അവരുടെ ഉപജീവന മാർഗം. പണം കൊടുത്തില്ല, ചെയ്തില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന മക്കൾ, അമേരിക്കയിൽ പഠിക്കുന്ന കുട്ടി മുതൽ MBBS പഠിക്കുന്ന, MCAക്ക് പഠിക്കുന്ന, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോമേഴ്സിന്, മാനേജ്മെൻറ്റ് കോഴ്സസിന് ഒക്കെ പഠിക്കുന്നതായിരിക്കുന്ന നിരവധി കുട്ടികളുണ്ടായിരുന്നു അവിടെ. ഒരൊറ്റ കുട്ടിയുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുത്തില്ലായിരുന്നു. അത് മുഴുവൻ പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും, മലബാർ ഗോൾഡ് ഉൾപ്പെടെ, ഏനപ്പൊയ്യ, നിംസ്, വിവിധ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഞാനാണ് നിർവഹിച്ചത്. അവിടെയുള്ള കടമെഴുതി തള്ളണം. സർക്കാർ തീരുമാനമെടുത്തു, പണം ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇരുന്നു, മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ചെയ്യേണ്ടതായിരിക്കുന്ന അനുബന്ധമായ കാര്യങ്ങൾ, ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി കഴിഞ്ഞ ദിവസത്തെ 3.5 മണിക്കൂർ നീണ്ടു നിന്ന വലിയ മീറ്റിംഗ് ആയിരുന്നു, പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ ഇതിൻ്റെ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞു. നല്ല രീതിയിലുള്ള പുനരധിവാസം, വളരെ ക്രിയേറ്റീവായിട്ടുള്ള പുനരധിവാസം. അവിടെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉൾപ്പെടെ ഉണ്ടാവും, തർക്കം വേണ്ട. ഒരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉൾപ്പെടെ അവിടെ ഉണ്ടാവും. അതിനെല്ലാം ഉള്ള നടപടികൾ UDF സ്വീകരിക്കുകയാണ്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ്. ടൗൺഷിപ്പ് നിർമ്മാണം തുടർച്ച തന്നെയാണ്. ടൗൺഷിപ്പ് നിർമ്മാണം കഴിഞ്ഞ തവണ ഇവർക്ക് വന്നതായിരിക്കുന്ന കുറേ പാളിച്ചകളുണ്ട്. ആ പാളിച്ചകളൊക്കെ തിരുത്തി പൂർണ്ണതയിലേക്ക് നിർമ്മാണ പ്രോസസ്സ് വരും. സാസ്കി ഫണ്ട് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സർക്കാർ ചെയ്യേണ്ട പ്രവർത്തികളുടെ ദുർബലത ഉണ്ട്. അത് പരിഹരിക്കാനുള്ള മെക്കാനിസം ഉണ്ടാവും. പൂർണ്ണ തോതിലാക്കും എല്ലാ വർക്കും. അതിനുള്ള ശക്തമായ നിലപാട് നടപടിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുക. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങ് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു പുതുയുഗ സർക്കാർ, ഒരു പുതുയുഗ പ്രതീക്ഷയോടുകൂടി കേരളത്തെ 5 വർഷം ഭരിക്കാൻ കഴിയട്ടെ. ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായി മാറട്ടെ. എല്ലാ ആശംസകളും. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. അമൃത TVയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ നന്ദിയും പ്രത്യേകം അർപ്പിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിനെ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്.